ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അവൽ വിളയിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്നാക്കാണ് അവൽ വിളയിച്ചത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: അവൽ ശർക്കര പാനിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്, നാളികേരം, കാഷ്യൂ നട്ട്സ്, പൊട്ടുകടല, ഏലക്ക. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് നേരമൊന്നും ആവശ്യമില്ല, ഒരു മിനിറ്റ് ഒന്ന് വറുത്ത് നമുക്ക് കോരാം. ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. ഇനി ഈ നെയ്യിൽ തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. ഇനി അടുത്തതായിട്ട് കുക്ക് ചെയ്യുന്ന പാത്രം വലുതാണ്, നിങ്ങൾക്ക് ആ നെയ്യിലോട്ട് തന്നെ നാളികേരം ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. പക്ഷെ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലാണ് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുന്നത്. ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നാളികേരം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസും ആവരുത്, കട്ടിയാകാണ്ട് വേണം ശർക്കരപ്പാനി എടുക്കേണ്ടത്. ഞാനിവിടെ 250 ഗ്രാം അവലാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഒരു വലിയ ഉണ്ട ശർക്കരയും എടുത്തിട്ടുണ്ട്. നാളികേരവും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനിയുടെയും വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവരുത്. നമ്മുടെ ശർക്കരപ്പാനിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ഡ്രൈ ആയിട്ടും ഇല്ല. ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. നമുക്കിനി ഈ സമയത്ത് അവലിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് മിനിറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല ചേർത്ത് കൊടുക്കുവാണേ. അടുത്തതായിട്ട് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നെയ്യിലെ എള്ളും മറ്റുമൊക്കെ വറുത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ